ഇപ്പോഴും എനിക്ക് ആ ബസ് സ്റ്റോപ്പിലോട്ട് നോക്കാനും ആ സൈഡിൽ പോയി നിൽക്കാനൊക്കെ ഇപ്പൊ നല്ലൊരു പേടിയാണ്. ഇതുവരെ ആ മൈൻഡിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അത് എപ്പോഴും തെളിഞ്ഞെളിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കും. അത് അറിയത്തില്ല. ആ സമയത്ത് എന്തായാലും എനിക്ക് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനും പറ്റി. പക്ഷെ മറ്റേ ആ കുഞ്ഞിന്റെ മരണത്തിന് എനിക്ക് നല്ല ദുഃഖവും ഉണ്ട്. കാരണം ആ മണ്ണിനടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ആ JCB വന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തെടുത്ത് അന്നേരം തന്നെ അവർ ആംബുലൻസിൽ വന്ന് കുഞ്ഞുങ്ങളെല്ലാവരും കൊണ്ടുപോയി. അപ്പം തന്നെ എൻ്റെ അടുത്ത് 2 കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിൽ പിടുത്തം കിട്ടി. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓടി മാറി അവിടെ നിന്ന്. ആ വളവിനോട് തന്നെ ആ ലോറി മറിയായിരുന്നു. മറിഞ്ഞ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് വീഴായിരുന്നു. ശരിക്കും അന്ന് അപകടം നടന്ന സമയത്ത് എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ് ഓർമ്മയിലുള്ള കാര്യം? ഞാനാണെങ്കിൽ എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് പോകണമായിരുന്നു. തിരിച്ച് ബാംഗ്ലൂർ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുന്നേ അമ്പലത്തിലൊക്കെ പോകാനായിട്ടായിരുന്നു ചൊവ്വാഴ്ച ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നത്. അന്ന് 7:10 ശ്രീവത്സത്തിനകത്ത് പോകാനാണ് ഞാൻ നിന്നത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേനും അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. 10-12 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അന്നേരം ആ സമയത്ത് ഞാൻ ചെന്നൊരു 1-2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അമ്പലപ്പുറത്തുനിന്ന് നല്ലൊരു ടിപ്പർ ലോറി വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ മണ്ണ് നിറച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ഓവർലോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വന്ന് നല്ല സ്പീഡിലായിരുന്നു അത് വന്നത്. ആ നല്ല സ്പീഡിന് വന്ന് നമ്മുടെ ഇവിടുത്തെ ആ ചെറിയ വളവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും അത് റിട്ടേൺ ചെയ്ത വഴിക്ക് അത് ആ വളവിനോട് തന്നെ ആ ലോറി മറിയായിരുന്നു. ആ മറിഞ്ഞ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് വീഴായിരുന്നു. ആ ലോറിയും ആ മണ്ണെല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് വീഴായിരുന്നു. അപ്പം തന്നെ എൻ്റെ അടുത്ത് 2 പെൺകുഞ്ഞുങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിൽ പിടുത്തം കിട്ടി. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓടി മാറി അവിടെ നിന്ന്. ഓടി മാറി അതിന് ശേഷം ഞാൻ അപ്പോൾ അതിലൊരു കുഞ്ഞ് പറയുന്നുണ്ട് എൻ്റെ അച്ഛനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ വിഷമിക്കൊന്നും വേണ്ട, ഒന്നും വരുത്തില്ല, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റിയിട്ട് ഞാൻ അപ്പോഴേ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയെ വിളിച്ച് അമ്മയെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്ന അമ്മേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അമ്മയും എൻ്റെ അനിയനൊക്കെ അങ്ങ് എത്തി. അപ്പോഴത്തേനും അവിടുന്ന് നാട്ടുകാരെല്ലാവരും വരികയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ പിന്നെ ആംബുലൻസിനെയും ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴത്തേനും അവരും എല്ലാവരും ഇങ്ങ് എത്തി. ആദ്യമേ പോലീസ് എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആംബുലൻസും ഫയർഫോഴ്സൊക്കെ എത്തി. അപ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ബുള്ളറ്റ് വന്നായിരുന്നു. ആ ബുള്ളറ്റ് എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ലോറി വന്ന് വീണ സമയത്ത് ആ ബുള്ളറ്റ് അതിനകത്ത് പെട്ടായിരുന്നു. അപ്പോൾ ആ അങ്കിള് ട്യൂട്ടോറിലെ ഒരു സാറായിരുന്നു. അപ്പോൾ ആ സാറ് അന്ന് തന്നെ അവിടെ നിന്ന് തന്നെ സ്പോട്ടിൽ മരിക്കുകയാണ് ചെയ്തത്. പിന്നെ അപ്പം അവിടെ നിന്ന് എല്ലാവരും വന്ന് രക്ഷാപ്രവർത്തനമൊക്കെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് JCB വിളിച്ചായിരുന്നു. കാരണം ആ മണ്ണിനടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ആ JCB വന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തെടുത്ത് അന്നേരം തന്നെ അവർ ആംബുലൻസിൽ വന്ന് കുഞ്ഞുങ്ങളെല്ലാവരും കൊണ്ടുപോയി. പിന്നെ എങ്ങനെ നല്ല സ്പീഡിലായിരുന്നു ആ വണ്ടി വന്നത് അവിടെ നിന്ന്. ഇത് വെളുപ്പം കാലത്തൊക്കെ പോകുന്നൊക്കെ ഇവിടെ നാട്ടിൽ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ അധികം ഇങ്ങനെ നിൽക്കാറില്ലായിരുന്നു. ഞാനിപ്പോൾ ലീവിന് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. അന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. അതിൽ ആൾക്കാരൊക്കെ പറഞ്ഞു വെളുപ്പം കാലത്തൊക്കെ ഇങ്ങനെ ടിപ്പറൊക്കെ നല്ല ഓട്ടം ഉണ്ട്, 3-4 ടിപ്പറൊക്കെ കൂടെ പോകുന്നയാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അപകടം. നല്ല സ്പീഡ് വന്നെയായിരുന്നു ആ ടിപ്പർ. അങ്ങനെ ഇല്ലില്ല, ബൈക്കിനെ ഇടിക്കുന്നത് ഞാൻ കണ്ടില്ല. കാരണം ഞാൻ കുറച്ച് അങ്ങ് മാറി നിന്നെയായിരുന്നു. അപ്പം ഞാൻ ഈ ബൈക്ക് വന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ ലോറി ഒന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ ദേഹത്ത് വീഴുന്ന അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അപ്പോഴത്തേനും ഞാൻ എൻ്റെ കൈ കിട്ടിയ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടുന്ന് സ്ഥലം മാറുമായിരുന്നു. അതിലൊരു കുഞ്ഞിൻ്റെ അച്ഛനാണ് മരിച്ചത്. ഇവിടെ എല്ലാവരും അറിയുന്ന ആൾക്കാരെ, ഇതെല്ലാം നല്ല നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ. അതെ, എവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ആ സ്പോട്ടിൽ എനിക്ക് എന്തോ തോന്നി. കാരണം ഞാനൊരു പ്രൊഫഷൻ തന്നെ നേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ അതിൽ എനിക്ക് അതൊരു പാഷനായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ബോധം വന്നതാണോ എനിക്കറിയത്തില്ല. ആ സമയത്ത് എന്തായാലും എനിക്ക് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനും പറ്റി. പക്ഷേ ആ കുഞ്ഞിൻ്റെ മരണത്തിന് എനിക്ക് നല്ല ദുഃഖവും ഉണ്ട്. കാരണം ആ കുഞ്ഞിനെ ഒന്നും എനിക്ക് രക്ഷിക്കാനൊന്നും പറ്റിയതുമില്ല. നമ്മൾ സ്വന്തം ജീവൻ നോക്കി പോയെങ്കിൽ അത് എപ്പോഴും എനിക്കതിൻ്റെ മനസ്സിൽ അതിലൊരു തീരെ വേദനയായിട്ട് കിടന്നേനെ. പക്ഷേ ആ സമയത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് നല്ല സന്തോഷമുണ്ട്, ഒരു അഭിമാനവും ഉണ്ട്. വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മുടെ മഹിളാ സംഘടനയിലെ ചിത്രവത്സല ആൻറ്റി, അതിനകത്ത് സംഘം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്നലെ ഇവിടെ വന്ന് എനിക്ക് മൊമ്മൻ്റെയും പൊന്നാടയും അണിയിച്ചായിരുന്നു. പിന്നെ നമ്മുടെ കൊട്ടാരക്കര CPMൻ്റെ ഏരിയ സെക്രട്ടറി വേണുഗോപാൽ സാർ വന്ന് എന്നെ വിഷയമൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ബാലഗോപാൽ സാറ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആരും വിളിക്കുന്നില്ല, ഇത് തന്നെയായിരുന്നു.
തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും എനിക്ക് ആ ബസ് സ്റ്റോപ്പിലോട്ട് നോക്കാനും ആ സൈഡിൽ പോയി നിൽക്കാനൊക്കെ ഇപ്പൊ നല്ലൊരു പേടിയാണ്. ഇതുവരെ ആ മൈൻഡിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അത് എപ്പോഴും തെളിഞ്ഞെളിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കും അത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? ജനശ്രദ്ധയോട് പറയാനൊരു അവസരം കിട്ടി. ഇപ്പോൾ പലതൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് പറയാനുള്ളത് ഇത്തരം സംഭവങ്ങൾ? മാക്സ് ഈ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനത്തെ ഉള്ള ഈ ഹെവി വാഹനങ്ങളിൽ അതിനൊരു സമയം ഏർപ്പെടുത്തണം. അതാണ് ഏറ്റവും നല്ലത് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ബസ്സുകളുടെ ഒക്കെ വേഗത അതിനൊരു പരിമിതി ഏർപ്പെടുത്തണം. ഈ ടിപ്പർ ലോറിയുടെയൊക്കെ ഒരു സമയം ഏർപ്പെടുത്തുവാണെങ്കിൽ പരമാവധി നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതൊരു ഭരണാധികാരികൾ അതൊന്ന് മുൻകൂട്ടി ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. യാത്രാ സംവിധാനത്തിന് കുറവുണ്ട്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ ബസ് എടുക്കുന്നത് പറയുന്നത്. ഇല്ല, ഇവിടെ ഇപ്പോഴും ഏറ്റവും കൂടുതലുള്ളത് പ്രൈവറ്റ് ബസ്സുകളാണ്. ട്രാൻസ്പോർട്ട് നമുക്ക് കുറച്ചേ ഉള്ളൂ ഇതിൽ. പക്ഷെ അത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് നമുക്ക് ബസ് വിടുന്ന സർവീസ് ഉള്ളതാണ്. നമുക്ക് യാത്രാ സൗകര്യത്തിന് കുറവൊന്നുമില്ല. പക്ഷേ ബസ്സുകളുടെ അമിത എന്താ പറയുന്നത് ഓട്ട മത്സരമാണ്. ഫസ്റ്റ് ആരെത്തും എന്നറിയാൻ തന്നെ ഉള്ളൊരു ഓട്ട മത്സരമാണ് വണ്ടികൾ തമ്മിൽ. അതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. രക്ഷിച്ച ആൾക്കാർക്ക് പിന്നെ വേറെ പരിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ അവർ സേഫായിട്ട് തന്നെ ഉണ്ടോ? അവർ സേഫായിട്ട് ഇരിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ കൈക്ക് എന്തോ ഒരു സ്ട്രാച്ചർ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? ഞങ്ങൾ സ്ഥിരം വണ്ടി കയറാൻ വേണ്ടിയിട്ട് അവിടെ ജംഗ്ഷനിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് മേളിൽ അമ്പലപ്പുറം ഭാഗത്ത് നിന്ന് സ്പീഡിന് ഒരു ലോറി ടിപ്പർ വന്നിട്ട് നേരെ വന്ന് ഇടിച്ച് മറിയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്നതുകൊണ്ട് തന്നെ കുറേ ചേട്ടന്മാരും എല്ലാവരും അവിടെ തന്നെ നിന്നത്. അപ്പോൾ കുറേ ചേട്ടന്മാരുടെയൊക്കെ ദേഹത്താണ് ഇത് മറിഞ്ഞത്. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ അടുത്തിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടി മാറിയായിരുന്നു. അവിടെ മതിലെല്ലാം അടിഞ്ഞടിഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ അതിൽ തട്ടി ഞാൻ വീണയൊക്കെ ചെയ്ത്. അപ്പോൾ അവിടെ ഒരു ബുള്ളറ്റിൻ്റെ ഒരു അങ്കിളുണ്ടായിരുന്നു. ഇവിടെ അമ്പലപ്പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടിട്ട് വഴി നോക്കാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ടിപ്പർ വന്ന് ആ അങ്കിളിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഇങ്ങ് മറിയുമായിരുന്നു ചെയ്തത്. ആ ബൈക്ക് വന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ആ ബൈക്കിനെ തെറിപ്പിച്ചുകൊണ്ട് വീഴുന്നതും ഞാൻ കണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ ടിപ്പർ വന്ന് ഇങ്ങനെ മറിയുന്നതും സ്പീഡ് വരുന്നതും ഒക്കെ. എപ്പോഴും നിൽക്കുമ്പോൾ ഈ ടിപ്പർ ഒന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ടിപ്പർ സ്പീഡ് വരുന്നതൊക്കെ. ആ ഒരു 10-12 പേരുണ്ടായിരുന്നു. ആ 7-10 വരേണ്ട ബസ്സാ, പക്ഷേ 2-5 മിനിറ്റ് ഒന്ന് താമസിച്ച്. കുറച്ച് EHS പഠിക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചുപോയ KSRTCയിലെ അങ്കിളിനെ അറിയായിരുന്നു. പിന്നെ കാർമൽ സ്കൂളിൽ പഠിക്കുന്ന ചേട്ടനെ അറിയായിരുന്നു. ലോറി സ്പീഡിന് ഇങ്ങനെ ചരിയുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു. വന്ന് പെട്ടെന്ന് വീണ് ഭയങ്കര ശക്തിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ലപോലെ പേടിച്ച് പോയി. ഓടി മതിലൊക്കെ വീണപ്പോഴത്തേക്ക് ഞാൻ വീണ്. അപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് മാറിയേ ചേരുന്നത്. ചേട്ടൻ ഇതേപോലെ എന്നും ബസ് സ്റ്റോപ്പിൽ അവിടെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു പരിചയമേ ഉള്ളൂ.